നമുക്കിന്ന് ഈ റാഗി വെച്ചിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് റാഗി എടുത്തിട്ടുണ്ട്, കുറച്ച് 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. റാഗി രാവിലെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയതാണ് കേട്ടോ. ഒരു നാളികേരം കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അരച്ചെടുക്കാം ആദ്യം. കുതിർത്തിയ റാഗി 1 കപ്പ് റാഗിയുണ്ട്, അതൊന്ന് നന്നായി അരച്ച് എടുക്കാം. ഈ തേങ്ങയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്വീറ്റല്ല, ഇതൊരു കന്നഡ സ്വീറ്റാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണത് നമ്മൾ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. നമുക്ക് ഈ തേങ്ങയും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. ആദ്യം പകുതി ഇട്ടിട്ടൊന്ന് എങ്ങനെയുണ്ട് അരവ് നോക്കാം, ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് അരച്ചാലാണ് ഇത് അരിച്ചെടുക്കാൻ നമുക്ക് എളുപ്പം. അതുകൊണ്ടാണ് ഒരുമിച്ചിടുന്നത്. അത് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ച് കുറച്ച് ഇങ്ങനെ അരിച്ച് പിഴിഞ്ഞെടുക്കാം. ഇത് 2 വട്ടം അടിക്കേണ്ടി വരും കേട്ടോ. വേറെ ഏതെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താലും മതി, കൈ കൊണ്ട് അമർത്തണമെന്നില്ല. അപ്പോൾ ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കട്ടെ. ഇതിനൊരു 2 വട്ടം കൂടി അടിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ പാലെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, തേങ്ങയുടെയും ഈ റാഗിയുടെയും. ആദ്യം നമ്മൾ അരിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളൂ. ഇനി രണ്ടാമതൊന്നും അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. നേരത്തെ പോലെ തന്നെ നന്നായി പിഴിഞ്ഞെടുക്കട്ടെ. നമ്മൾ മൂന്നാമതൊരു വട്ടം കൂടി ഒന്ന് അടിച്ചെടുക്കാം. മൂന്നാമത് ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കുറവ് ഒഴിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് അടിച്ച് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ പാലിത് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് നമ്മൾ. അങ്ങനെ നമ്മൾ അടിച്ച സാധനങ്ങൾ ഒന്നും കൂടി ഒരു വട്ടം കൂടി ഒന്ന് അരിച്ച് ഒഴിക്കണം. നമ്മൾ അരിക്കുമ്പോൾ ഉണ്ടോ അടിയിൽ ഊറലുണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തിട്ട്, കാരണം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കട്ടിയിലുള്ളത് വരും. നമ്മൾ 3 വട്ടമായിട്ട് അടിച്ചെടുത്ത സാധനങ്ങളാണ് കേട്ടത്. ഈ വെള്ളം, അതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ശർക്കര നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അതും അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പിടൂല. തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കൈ വിടാണ്ട് ഇളക്കണം കേട്ടോ. കുറച്ച് നേരം കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ റാഗിയൊക്കെ നന്നായി തിളച്ച് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിലിടയ്ക്ക് നമുക്കൊരു കോൾ വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 2 മിനിറ്റ് കംപ്ലീറ്റ് തിളയ്ക്കണ ഭാഗം ഒന്നും കാണിക്കാൻ പറ്റിയില്ല, അതാണ് ഉണ്ടായത്. അപ്പോൾ ഇതുപോലെ കണ്ട, ഇത് ഒട്ടും കട്ടയില്ലാണ്ട് പെട്ടെന്ന് കുറുകുത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കും. ഇതുവരെ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതിൽ. ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു ആദ്യം 1 ഗ്ലാസ് ശർക്കര നീരാണ് കാണിച്ചത്. പക്ഷെ ഒരു 1/2 ഗ്ലാസ് കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1.5 ഗ്ലാസ് ചേർത്തിട്ടുണ്ട്. മധുരം നോക്കിയപ്പോൾ കുറവായി, തീരെ കുറവൊന്നും നാവും വെച്ച് നോക്കിയിരുന്നു തിളയ്ക്കണേക്കാളും മുമ്പായിട്ട്. അപ്പോൾ മധുരം ഇല്ല. നമ്മൾ സ്വീറ്റ് ആകുമ്പോൾ അത് മധുരം വേണ്ട എന്തായാലും. അപ്പോൾ കുറച്ച് ഒഴിച്ചു, ഒരു 1/2 ഗ്ലാസും കൂടി ഒഴിച്ചായിരുന്നു. ശർക്കര പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. അവർ പൊടിയിടുകയെന്ന് പറഞ്ഞു അവിടെയുള്ള ആൾക്കാർ അധികം.
നമ്മുടെ കയ്യിൽ പൊടിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഉരുക്കി ഒഴിച്ചതാണ്. അപ്പം ഇതുപോലെ ഒന്ന് കൈവിടാണ്ട് ഇളക്കിയെടുക്കുക, ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 20 മിനിറ്റ് അതിൻ്റെ ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂർ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. കിടുകിടുന്ന സൗണ്ട് അതിൻ്റെ. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇത് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ ശരിയാവും ഏകദേശം കേട്ടോ. നമ്മളിതുവരെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് കുറവാ ചേർക്കേണ്ട ആവശ്യമുള്ളൂ, ഒരുപാട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നെയ്യ് ചേർക്കാണ്ട് തന്നെ ഇത് കിട്ടും നന്നായിട്ട്. കാരണം നമ്മളിതിൽ തേങ്ങ ചേർത്ത് അടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് ഒന്നും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് ആക്കാം. നമ്മളിപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു, ഇനി ഒരു സ്പൂണും കൂടി നെയ്യ് ഒഴിക്കണുള്ളൂ കേട്ടോ. ഇനി എത്ര നെയ്യ് മതി. നമ്മുടെ പാത്രത്തിലേക്ക്, ഇത് പരട്ടാനുള്ള പാത്രത്തിലേക്ക് ഒരു ലേശം നെയ്യാക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഓൾമോസ്റ്റ് ഇതായി കഴിഞ്ഞു. ഒരു 2 മിനിറ്റും കൂടി മതി. നെയ്യ് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ നന്നായി പാത്രം. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് ആക്കാം. ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് ആക്കട്ടെ. ഗ്യാസ് ഓഫ് ചെയ്തു. രണ്ട് പ്ലേറ്റിലേക്ക് ഏകദേശം ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പ്ലേറ്റിലേക്ക് നമുക്ക് പ്ലേറ്റ് ഒന്ന് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വെക്കേണ്ട. ഒരു നന്നായിട്ട് ചൂടാറണം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് കാണാം. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. കണ്ട ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കി നോക്കാം. സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് തന്നെ നാട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സെറ്റ്. അമ്മ അടിപൊളിയായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആടാ മുറിക്കുമ്പോൾ മനസ്സിലാവണില്ലേ നിങ്ങൾക്ക് എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. നോക്കിയേ ആടാ. പിന്നെ കഴിച്ച് നോക്കിയോട്ടെ കേട്ടോ ആദ്യം തന്നെ. അല്ല വായിലിട്ട് അലിഞ്ഞു പോണ സംഭവം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്.
ഇതിങ്ങനെ ഇതുപോലെ ഇത്രയും നല്ല ഭംഗിയായിട്ട് കിട്ടുമെന്ന് നമുക്ക് തോന്നില്ല ഇത് ഉണ്ടാക്കുമ്പോൾ. ഇതിൽ നമ്മൾ വേറെ കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല. ഈ റാഗിപ്പൊടിയുടെ ഒരു നാളികേരത്തിൻ്റെയാണ് മെയിനായിട്ട്. കണ്ട ഉൾഭാഗമൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കേട്ടോ എല്ലാം കട്ട് ചെയ്യട്ടെ കുറച്ചും കൂടി. സൂപ്പർ. എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എനിക്കിപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടത്. അത്രയും ടേസ്റ്റ് ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓവറായിട്ടുള്ള മധുരമില്ല, പിന്നെ തന്നെയല്ല അധികം നെയ്യില്ല. നാളികേരപ്പാലിൻ്റെ ഒരു ഇതാണല്ലോ ടേസ്റ്റ്, മുന്നിട്ട് നിൽക്കുന്ന പാലിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട്. മുറിച്ച് നമ്മളതൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക. സൂപ്പർ ടേസ്റ്റി ഹൽവ എന്ന് തന്നെ പറയാം. റാഗി മന്നി എന്നൊക്കെയാണ് അതിന് വേറെ അങ്ങനത്തെ ഒരു പേരാ പറഞ്ഞത്. നോക്കാം, നമുക്കിതിനെ റാഗി ഹൽവ എന്നാക്കാം.